നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ബുദ്ധിയുടെ കാരകനായ, കുശലനായ, സാമർഥ്യത്തിലൂടെ, നയത്തിലൂടെ എന്നും നേടിത്തരുന്ന ബുധൻ, മെർക്കുറി എന്ന ഗ്രഹത്തിൻ്റെ ചരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള മാറ്റവും അതെപ്രകാരം മേടം മുതലായ 12 രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ആനുകൂല്യങ്ങളും പ്രാതികൂല്യങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. വചനം ജ്ഞാനം ഇന്തോസ്തനൂജ, ഇന്തോഹോ തനൂജ. ചന്ദ്രൻ്റെ പുത്രനായ ബുധൻ വചനം വാക്കാകുന്നു, ജ്ഞാനം അറിവാകുന്നു. അതിനു പുറമെ ബുധനെ കൊണ്ടാണ് നാം മാധുരന്മാരെയും അനന്തരവന്മാരെയും ഒക്കെ ചിന്തിക്കുന്നത്. ബുധൻ ജ്യോതിശാസ്ത്രത്തിലെ യഥാർത്ഥ ഗാംബ്ലറാണ്. ഏത് ഗ്രഹത്തിനോട് കൂടെ നിന്നാലും ആ ബുധൻ അതിൻ്റേതായ ഗുണങ്ങളെ പ്രദാനം ചെയ്യും. 12 ഭാവങ്ങളിലും വരാഹമിഹിര ആചാര്യനും ചമത്കാര ചിന്താമണിയിലും ബുധന് മാത്രമാണ് 12 ഭാവത്തിലും ബലം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, 8ാം ഭാവം, അഷ്ടമം എന്ന ഭാവത്തിൽ ഏത് ഗ്രഹം വന്നാലും വളരെ ദോഷമാണ്. അവിടെ വ്യാഴവും ശുക്രനും വന്നാൽ നീചഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അവിടെ പാപഗ്രഹങ്ങളായ സൂര്യനും ചൊവ്വയും ശനിയും ഒക്കെ വന്നാലും സ്വൽപാത്മജോ നിധിനകെ വികലക്ഷണ. ദൃഷ്ടികൾക്ക് വൈകല്യം, കണ്ണുകൾക്ക് വൈകല്യം വരിക, സന്താന വിഷയങ്ങൾക്ക് ക്ലേശമുണ്ടാക്കുക. പക്ഷേ 8ാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒരൊറ്റ ഫലം മാത്രമേ ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ആ ഫലം? വിശ്രുത ഗുണാഹ. പ്രസിദ്ധങ്ങളായ ഗുണങ്ങളാൽ ഒരു വ്യക്തി ആദരിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെയും ബുധൻ ഈ അഷ്ടമഭാവം നിൽക്കുന്നത് ഉച്ചക്ഷേത്രത്തിലും സ്വന്തം ക്ഷേത്രത്തിലും സുഹൃക്ഷേത്രത്തിലുമാണെങ്കിൽ അതിന് ബലം വരും. മറിച്ച് നീചരാശിയിലൊക്കെ അഷ്ടമത്തിൽ ബുധൻ വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണമായി ചിങ്ങൻ രാശിയായി അഷ്ടമത്തിൽ മീനത്തിൽ നീചസ്ഥനായ ബുധൻ നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ ആ വ്യക്തിയുടെ, ചിങ്ങൻ രാശിക്കാരുടെ ധനത്തിൻ്റെയും ലാഭത്തിൻ്റെയും അധിപനാണ്. അത് അങ്ങനെ ദുർബലമായി 8ൽ വന്നാൽ ഒരു തരത്തിലും ഇദ്ദേഹത്തിന് ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാകില്ല. അങ്ങേയറ്റം തന്നെ വാക്കുകൾക്കും ഇദ്ദേഹം വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ലാഭമൊക്കെ വെള്ളത്തിലായി പോകും. വളരെ മോശപ്പെട്ട ഒരു അനുഭവമാണ് അവിടെ അഷ്ടമത്തിൽ ബുധൻ നീചസ്ഥനായി വരികയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഗ്രഹത്തിൻ്റെ ബലം നാം ചിന്തിക്കണം. യഥാർത്ഥത്തിൽ ബലത്തിൻ്റെ അഷ്ടവർഗം സൂക്ഷിച്ച് അതിൻ്റെ അക്ഷങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ മാത്രമേ ജ്യോതിഷം കൊണ്ട് ഈ ഗ്രഹങ്ങളുടെ ശുഭാശുഭ ഫലങ്ങൾ എത്രത്തോളം വ്യക്തിയെ സ്വാധീനിക്കുമെന്ന വിഷയം നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബുധൻ വരുന്നത് വൃശ്ചികൻ രാശിയിലേക്കാണ്. എപ്പോഴാണ് ബുധൻ വരുന്നത്? 1201 തുലാമാസം 7-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 24-ാം തീയതി ബുധൻ എവിടെയാണ് പ്രവേശിച്ചിരിക്കുന്നത്? ഇത്രയും കാലം ബുധൻ തുലാൻ രാശിയിലായിരുന്നു. തൻ്റെ ഉച്ചക്ഷേത്രമായ കന്നി കഴിഞ്ഞ് സുഖക്ഷേത്രമായ തുലാൻ രാശിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ്. ബുധനും ചൊവ്വയും പരസ്പര ശത്രുക്കളാണ്. ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ. അതുമാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, മേടവൃശ്ചിക രാശികളിൽ ബുധൻ്റെ ആശ്രയഫലം അത്ര ഗുണമല്ല. ദ്യൂതാന പാനരത നാസ്തിക ചോര നിസ്വഹ കുസ്ത്രീക കൂടകൃത് അസത്യരഥ കുജക്ഷേ അസത്യരജഹ കുജക്ഷേ. കുജൻ്റെ ക്ഷേത്രങ്ങളിൽ മേടത്തിലും വൃശ്ചികത്തിലും വരികയാണെങ്കിൽ സഹ സത്യരഥ ന, അയാൾ സത്യത്തിൽ രതിയുള്ള ആളല്ല, അദ്ദേഹം അസത്യരഥനാണ്. അയാൾ കളവ് പറയുന്ന വ്യക്തിയായിരിക്കുമെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു. ആ ശ്ലോകത്തിൻ്റെ അവസാനം അതാണ്, അസത്യരഥ കുജക്ഷേ. ദ്യൂത അന്ന പാന രഥ. ദ്യൂതം എന്നാൽ പഴയകാലത്ത് ചൂതാട്ടമാണ്, ഗാംബ്ലിംഗ് ആണ്. അന്നപാനരതിഹി, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ഇതിൽ ഭയങ്കരം താല്പര്യമുണ്ടാവുക. നാസ്തിക ന അസ്ഥി നാസ്തിക, ആസ്തികത്വമില്ലാത്ത അവസ്ഥ, ദൈവവിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരിക. ചോര നിസ്വഹ നിർഗതം സ്വം യസ്യസഹ. താൻ ഈ ദ്യൂതത്തിലൊക്കെ പെട്ട് പഴയകാലത്ത് ചീട്ടുകളി, മുച്ചീട്ടുകളി, അല്ലെങ്കിൽ ഇന്ന് ലോട്ടറി എടുക്കുക, ഗാംബ്ലിംഗ്, ഇതിലൊക്കെ തന്നെ ഭാഗ്യം പരീക്ഷിച്ചിട്ട് നിസ്വഹ തൻ്റെ ധനം കൈവിട്ടു പോകും. കുസ്ത്രീക, കുൽസിതയായ സ്ത്രീകളുമായിട്ടുള്ള അടുപ്പമുണ്ടാവുക. ഇതൊക്കെ മേടത്തിലെ ബുധൻ്റെ, അപ്രകാരം വൃശ്ചികത്തിലെ ബുധൻ്റെ ഫലം, ആശ്രയഫലം ഗുണപരമല്ല. അതിനാൽ നാം ശ്രദ്ധിക്കണം ഏതെല്ലാം രീതിയിൽ മേഷം മുതലായ 12 രാശിക്കാർക്കും ഈ ബുധൻ്റെ സ്വാധീനം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ വാക്കുകളുണ്ട്. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തു നഃ പരസ്പരം ഭാവയന്ത ശ്രേയപരം അവാപ്സ്യത.
സായിപ്പന്മാർ പറയും ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ആ രീതിയിലാകട്ടെ എല്ലാ ബന്ധങ്ങളും. ഏതായാലും മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. എത്ര കാലമാണ് ഈ ബുധൻ ഉള്ളതെന്നും കൂടി നിങ്ങളെ അറിയണം. തുലാമാസം 7-ാം തീയതി വൃശ്ചികത്തിലേക്ക് വരുന്ന ബുധൻ ഒരു മാസക്കാലം കൃത്യം വൃശ്ചിക മാസം 7-ാം തീയതി വരെ, അതായത് ഒക്ടോബർ 24 മുതൽ നവംബർ 24 വരെയുള്ള ഒരു മാസക്കാലം ആ രാശിയിലുണ്ട്. പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമായിരിക്കും ബുധൻ. അതിനാൽ ഈ ബുധൻ്റെ ശുഭാശുഭഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ബുധൻ നിൽക്കുന്നത് 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് നല്ലൊരു ഭാവമാണ്. ഇവിടെ ബുധന് മൗഢ്യമൊന്നുമില്ല. അതിനാൽ 7-ാം ഭാവത്തിലെ ബുധൻ പല കാര്യങ്ങൾക്കും നല്ല തീരുമാനമുണ്ടാകാം. ഇവിടെ രന്ദ്രശ സുതബോധവ മതഗതോ നിർണാം നിഹന്തി അങ്കനാം. 5-ാം ഭാവാധിപനാഗ്രഹം 7-ൽ വന്നാൽ അങ്കനമാർക്ക്, ഭാര്യമാർക്ക് ദോഷമാണ്. ഭാര്യാനാശം പറയുന്ന ഒരു പ്രകരണമാകുന്നു അത്. അതിനാൽ വളരെയധികം ഭാര്യയുടെ ആരോഗ്യവിഷയം ശ്രദ്ധിക്കണം. സ്ത്രീ ജാതകത്തിൽ പറഞ്ഞിട്ടില്ല, ഇത് പുരുഷൻ്റെ ജാതകത്തിലുള്ള പ്രകരണമാണ്. അതിനാൽ ഭാര്യക്കാണ് ദോഷം. ഇടവം രാശിയായി സ്ത്രീയുടെ 7-ാം ഭാവത്തിൽ വൃശ്ചികത്തിൽ വരുന്ന പുരുഷനാണെങ്കിൽ അവിടെ വലിയ ബുദ്ധിമുട്ടില്ല. ഇവിടെ പുരുഷന്മാരായ ഇടവൻ രാശിക്കാർക്ക് ഭാര്യയുടെ സ്വസ്ഥത, ആരോഗ്യ വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ബുധൻ ധാരാളം ഗുണങ്ങൾ തരും. തൻ്റെ വാക്കുകൊണ്ടും തൻ്റെ ബുദ്ധി കൊണ്ടും തനിക്ക് നല്ല തലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നൊരു സമയമാണിത്. പലപ്പോഴും സ്പൈ വർക്ക്, ചാരവർക്ക് നടത്തുന്നവർക്കൊക്കെ, ഈ ഫോറൻസിക്കുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ, കെമിക്കൽ ഇൻഡസ്ട്രീസ്, പ്രിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നവർക്കൊക്കെ പുത്തൻ ധനാഗമ മാർഗങ്ങൾ, നല്ല ജോലി, അതിലൂടെ അഭിമാനത്തോടുകൂടി മുന്നോട്ട് നീങ്ങാൻ വളരെ സഹായകരമാകും ഈ ബുധൻ എന്നറിയുക. സുതശീതകോ സപ്തമസ്ഥോ യുവത്യാ വിധത്തെ മൃതം തുച്ഛവീര്യം ച ഭോഗേ. 7-ാം ഭാവത്തിൽ ബുധൻ വന്നാൽ നല്ല ഫലം പറഞ്ഞിരിക്കുന്നു. സുതശീതകോ ചന്ദ്രൻ്റെ പുത്രൻ, സപ്തമസ്ഥോ 7-ൽ വന്നാൽ യുവതികളുമായി ശൃംഗാരത്തിലേർപ്പെടും, യുവതിയുടെ സ്ത്രീസുഖം ലഭിക്കും, രതി ലഭിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. നിർബന്ധമായും ഇത് ലഭിക്കും. കാരണം വൃശ്ചികൻ രാശിയിലെ ബുധനാണ്. സ്ത്രീ വിഷയത്തിൽ കുസ്ത്രീക പലപ്പോഴും നല്ല സ്ത്രീകളായിരിക്കില്ല. തൻ്റെ താൽക്കാലിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഉതകുന്ന സ്ത്രീകളൊക്കെ ധാരാളം വരും. ശൃംഗാരികൾക്ക് അനസ്തംഗതോ ഹേമവത് ദേഹശോഭ, അദ്ദേഹത്തിൻ്റെ ദേഹശോഭ അസ്തമിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ ഒരു മാസക്കാലം ഫിസിക്കലി തനിക്ക് ബോഡിയൊക്കെ ഡെവലപ്പ് ചെയ്യാനും സുന്ദരമാക്കാനും പറ്റും. സ്ത്രീകൾക്ക് വശ്യമാകാൻ കഴിയും, ആകർഷിക്കപ്പെടും. എന്നാൽ ശക്നോതി തൽ സമ്പദോപാന്ന കർത്തും, ഇദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ ആർക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതിനാൽ ഈ ഒരു മാസക്കാലം ഇടവൻ രാശിക്കാർക്ക് സാമ്പത്തിക സ്രോതസ് അനുകൂലമായി വരുന്ന സമയമാണ്. പല സാമ്പത്തിക പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻസും പരിഹാരമാകാം. ബുധൻ ഗാംബ്ലിംഗ് പ്ലാനറ്റാണ്. ചെറിയ ചെറിയ ലോട്ടറി സൗഭാഗ്യങ്ങളൊക്കെ വരുന്ന സമയമാണെന്ന് കൂടി അറിയുക. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, കാര്യങ്ങൾ സ്ട്രെയിറ്റായി പറഞ്ഞില്ലെങ്കിൽ തനിക്ക് കള്ളൻ എന്ന പേര് മുദ്ര കുത്തപ്പെടും. ഇടവൻ രാശിയിലേക്ക് ബുധൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ സ്തേനഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. കളവ് പറയുന്ന വ്യക്തിയാണ്, കള്ളനാണ്. അതിനാൽ പേര് ദോഷം വരാതെ നോക്കുക. പല കാര്യത്തിലും അനാവശ്യമായ തൻ്റെ പേര് വലിച്ചിഴക്കപ്പെടും. അതിലൂടെ തനിക്ക് പേരുദോഷമുണ്ടാകും. താൻ സ്ട്രെയിറ്റ് അല്ല എന്ന് പറയപ്പെടുന്നൊരവസ്ഥ സംജാതമാകും. ജാഗ്രത പാലിക്കണം. ഇവിടെയും കുട്ടികൾക്ക് സന്താന വിഷയത്തിലേക്കൊക്കെ വളരെ നല്ലതാണ്. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ പഠനം, അവരുടെ യാത്ര, ഇതിനു വേണ്ട സാമ്പത്തികമായ സോഴ്സ്, ഇതൊക്കെ തരും ഇടവൻ രാശിക്കാർക്ക് ഈ ബുധൻ എന്നറിയുക. നന്ദി, നമസ്കാരം.